നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ഡിസംബർ 26 സൗദി അറേബ്യൻ വമ്പന്മാരായ അൽ ഇത്തിഹാദും അൽ നസറും തമ്മിൽ ഏറ്റുമുട്ടിയിരുന്നത്. സൂപ്പർ താരങ്ങളായ ക്രിസ്ത്യാനോ റൊണാൾഡോയും കരീം ബെൻസിമയും പരസ്പരം മുഖാമുഖം വന്നിരുന്നു. ആ മത്സരത്തിൽ വലിയ തോൽവി അൽ ഇത്തിഹാദിന് ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു. 2-നെതിരെ 5 ഗോളുകൾക്കായിരുന്നു അൽ നസർ ഇത്തിഹാദിനെ തോൽപ്പിച്ചത്. സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ മത്സരത്തിൽ 2 ഗോളുകൾ നേടിയിരുന്നു. ഈ ഒരു വലിയ പരാജയത്തിന് പിന്നാലെ അൽ ഇത്തിഹാദിന്റെ സൂപ്പർ താരമായ ബെൻസിമക്ക് വലിയ രൂപത്തിലുള്ള വിമർശനങ്ങൾ ഏൽക്കേണ്ടി വന്നിരുന്നു. പ്രത്യേകിച്ച് സ്വന്തം ആരാധകരിൽ നിന്ന് തന്നെ വിമർശനങ്ങൾ ഏൽക്കേണ്ടി വന്നിരുന്നു എന്നുള്ളതാണ്. അതിന് പിന്നാലെ അദ്ദേഹം ഇൻസ്റ്റഗ്രാമിൽ നിന്നും അപ്രത്യക്ഷമായിരുന്നു. അതായത് അദ്ദേഹത്തിന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് അദ്ദേഹം ഡീആക്ടിവേറ്റ് ചെയ്യുകയായിരുന്നു ചെയ്തിരുന്നത്. 76 മില്യൺ ഫോളോവേഴ്സ് ഉള്ള അദ്ദേഹത്തിന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് പിന്നീട് അപ്രത്യക്ഷമാവുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നത്. ഇപ്പോൾ മാസങ്ങൾക്ക് ശേഷം അദ്ദേഹം വീണ്ടും ഇൻസ്റ്റഗ്രാമിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹത്തിന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഇപ്പോൾ എല്ലാവർക്കും ലഭ്യമായി തുടങ്ങിയിട്ടുള്ളത്. പക്ഷെ വലിയ മാറ്റങ്ങൾ അവിടെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് കൂടി എടുത്തു പറയേണ്ട കാര്യമാണ്. 76 മില്യൺ ഫോളോവേഴ്സ് ഉള്ള അക്കൗണ്ടിൽ 2000-ഓളം വരുന്ന പോസ്റ്റുകൾ അദ്ദേഹം പങ്കുവച്ചിരുന്നു. അതെല്ലാം അദ്ദേഹം ഇപ്പോൾ പിൻവലിച്ചിട്ടുണ്ട്. കേവലം വിരലിൽ എണ്ണാവുന്ന പോസ്റ്റുകൾ മാത്രമാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ ഉള്ളത്. ഫുട്ബോൾ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ പോസ്റ്റുകളും അദ്ദേഹം കളഞ്ഞിട്ടുണ്ട്. കേവലം ഒരു പോസ്റ്റ് മാത്രമാണുള്ളത്. അത് ബെൻസിമ ബാലൻഡിയോർ പുരസ്കാരവുമായി നിൽക്കുന്ന ഒരു പോസ്റ്റാണ്, ഒരു ചിത്രമാണ്. അതുമായി ബന്ധമില്ലാത്ത അല്ലെങ്കിൽ ഫുട്ബോൾ റിലേറ്റഡ് അല്ലാത്ത പോസ്റ്റുകൾ മാത്രമാണ് നിലവിൽ ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഇൻസ്റ്റഗ്രാമിൽ ഉള്ളത്. മാത്രമല്ല 137 അക്കൗണ്ടുകളെ ഇതിനു മുൻപ് അദ്ദേഹം ഫോളോ ചെയ്തിരുന്നു. മുൻ റയൽ മാഡ്രിഡ് താരങ്ങൾ എല്ലാവരും ഇതിലുണ്ടായിരുന്നു. അവരെല്ലാം ഇപ്പോൾ അദ്ദേഹം അൺഫോളോ ചെയ്തിട്ടുണ്ട്. കേവലം 8 അക്കൗണ്ടുകൾ മാത്രമാണ് ഇപ്പോൾ ബെൻസിമ ഫോളോ ചെയ്യുന്നത്. അങ്ങനെ വലിയ ഒരു അഴിച്ചുപണി അദ്ദേഹം തന്റെ ഇൻസ്റ്റഗ്രാമിൽ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് കൂടി എടുത്തു പറയേണ്ട കാര്യമാണ്. ഏതായാലും ബെൻസിമ ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് നല്ല ഒരു സമയമല്ല. ഇത്തിഹാദിൽ ഒരുപാട് വിവാദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം പോലും അദ്ദേഹം ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരിശീലകനായ മാർസലോ ഗലാർഡോയുമായി വിവാദങ്ങളിൽ വാക്കുതർക്കങ്ങളിൽ ഏർപ്പെട്ടിരുന്നു. ഏതായാലും അദ്ദേഹം ഉടൻ തന്നെ കളിക്കളത്തിലേക്ക് തിരിച്ചെത്തും എന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.